വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി എത്തുന്നു. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഡേവിഡ് കോഡ്മാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തേക്കും. ചോദ്യം ചെയ്യാൻ NIA ഒരുങ്ങുന്നു. അമേരിക്കയുടെ സഹായം വേണം, കാരണം അമേരിക്കയിലാണല്ലോ ഡേവിഡ് കോഡ്മാൻ ഹെഡ്ലി ഉള്ളത്. ഈ തഹാവൂർ റാണയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹെഡ്ലിയെ ചോദ്യം ചെയ്യണം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ NIA എത്തുന്നത്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഇപ്പോൾ ഈ ഡേവിഡ് കോഡ്മാൻ ഹെഡ്ലിയെ കൂടി ചോദ്യം ചെയ്യണം പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന നിലപാടാണ് NIA സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് അമേരിക്ക എത്ര കണ്ട് സഹകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായും മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തേക്കും എന്നുള്ള വിവരമാണ്. അമേരിക്കയുടെ സഹകരണം NIA തേടിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ തഹാവൂർ റാണയെ നിലവിൽ NIA ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങളുടെ പുതിയ നീക്കം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെഡ്ലി നിലവിൽ അമേരിക്കയുടെ തടവിലാണുള്ളത്. മറ്റു രാജ്യങ്ങളിലേക്ക് തന്നെ അയക്കരുതെന്ന കാര്യത്തിൽ ഒരു നിബന്ധന മുന്നോട്ട് വെച്ച ശേഷമായിരുന്നു വിചാരണ നടപടികളുമായി ഹെഡ്ലി സഹകരിച്ചു പോന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്നും ഹെഡ്ലിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്, ഈ പശ്ചാത്തലത്തിലാണ് NIA സംഘം കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യണമെന്ന കാര്യത്തിലേക്കുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളൊക്കെ തന്നെയും NIAയും അതോടൊപ്പം ആഭ്യന്തര മന്ത്രാലയവും ഉടൻ സമർപ്പിച്ചേക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏത് തരത്തിലായിരിക്കും നടപടി സ്വീകരിക്കുക എന്നുള്ള കാര്യവും ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു ഉടമ്പടി വെച്ചതിന് ശേഷമായിരുന്നു കോൾമാൻ ഹെഡ്ലി വിചാരണ നടപടികളുമായി സഹകരിച്ചു മറ്റു രാജ്യങ്ങളിലേക്ക് തന്നെ വിട്ടുകൊടുക്കരുത് എന്ന ഒരു നിബന്ധനയും പ്രധാനമായും വെച്ചിരുന്നു. ഇത്തരത്തിലൊരു നിബന്ധന മുന്നിൽ നിൽക്കെ അമേരിക്കയുടെ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും മുംബൈ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെഡ്ലിയെ ചോദ്യം ചെയ്യണം എന്നൊരു തീരുമാനത്തിലേക്ക് NIA കടക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇതുവരെയും NIA എടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെയും NIA എടുക്കും. അത് അമേരിക്കയെ രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ NIA വ്യക്തമാക്കുന്നത്. ശരി, നോക്കാം എങ്ങനെയാണ് അത് സാധ്യമാവുക എന്നത്. കാരണം അമേരിക്കയുടെ സഹകരണം വേണം ഡേവിഡ് കോഡ്മാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യണമെങ്കിൽ. അയാൾ അമേരിക്കയിലാണ് ഉള്ളത്. അയാളെ ഇന്ത്യയിലേക്ക് കൈമാറില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണയുമായി അയാൾ സഹകരിച്ചത് എന്നാണ് അമേരിക്ക നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലൊരു കരാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് കൈമാറാത്തതെന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരുന്നത്. ഇനി ചോദ്യം ചെയ്യാൻ അവർ സഹകരിക്കുമോ എന്ന് കാത്തു തന്നെ കാണേണ്ടി വരും. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് നൽകിയത്.